ഓർക്കുന്നു നിന്നെ ഞാൻ, ഓമനിക്കുന്നു നിന്നെ ഞാൻ, തഴുകി തലോടുന്നു നിന്നെ ഞാൻ, ഉണരുന്നു നിന്നെ ഞാൻ, എന്റെ പ്രാണനേക്കാളേറെ സ്നേഹിക്കുന്നു നിന്നെ ഞാൻ. എങ്കിലും എന്റെ മനസ്സിന്റെ നൊമ്പരം തൊട്ടറിയാതെ, എന്നിലെരിയുന്ന കനലിന്റെ നോവറിയാതെ, എന്നെ ഒരു നോക്ക് കാണാതെ, കരയുന്നരൻ ഹൃദയത്തിൻ മിഴിപ്പൂക്കൾ അറിയാതെ, ദൂരെ ഏതോ കോണിൽ മറഞ്ഞു നിൽക്കുന്നു നീ, ഒരു വേർപാടിൻ നൊമ്പരമായി, വിരഹത്തിൻ മൂകഗാനമായി. ഏവർക്കും സാഹിതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 1979 തൃശൂരിലെ ചേർപ്പിൽ ശ്രീ PV ബാലകൃഷ്ണന്റെയും ശ്രീമതി PG രാധയുടെയും മകനായി ജനിച്ച മലയാളത്തിന്റെ പ്രിയ കവി. ഇദ്ദേഹത്തെ മലയാളത്തിന്റെ പ്രിയ കവി എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ പോരാ. കാരണം ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും കവിത എഴുതുന്ന പ്രിയ കവി. യാമിനി, വാക്കിന്റെ പൂക്കാലം, ഇന്നത്തെ ഷെല്ലിയും ഷേക്സ്പിയറും തുടങ്ങിയ നിരവധി പുസ്തകങ്ങളുടെ കർത്താവ്. 2019 കേരള അന്താരാഷ്ട്ര ഇംഗ്ലീഷ് കവി സമ്മേളനത്തിലും 2019 ഗോവ ഫാക്മ സംഘടിപ്പിച്ച ദേശീയ കൊങ്കണി മലയാള സാഹിത്യ സംഗമത്തിലും അതുപോലെ നിരവധി സാഹിത്യ സമ്മേളനങ്ങളിലും സംഗമങ്ങളിലും പങ്കെടുത്ത കവി. പുലിസ്റ്റർ പബ്ലിക്കേഷൻസ് ഏർപ്പെടുത്തിയ ലോകപ്രശസ്ത നർത്തകനായ ഗുരു ഗോപാലകൃഷ്ണൻ മാഷിന്റെ പേരിലുള്ള കവിതാ പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ മലയാളത്തിന്റെ പ്രിയ കവി. ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ, ഒത്തിരി ഇഷ്ടത്തോടെ പറയേണ്ട ഒരു പേര്, മലയാളത്തിന്റെ സ്വന്തം അനിൽ മിത്രാനന്തപുരം. അനിൽ മിത്രാനന്തപുരത്തിന്റെ ഒരു കവിതാ സമാഹാരമാണ് നമ്മൾ ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം തന്നെ കവിതാ സമാഹാരങ്ങളായിരുന്നു. നമ്മൾ ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്ന ഒരു കവിതാ സമാഹാരം, സാധാരണ കവിതാ സമാഹാരങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നിരവധി വിഷയങ്ങൾ ആസ്പദമായ കവിതകൾ അടങ്ങിയ ഒരു കൂട്ടം കവിതകളുടെ സമാഹാരമായിരിക്കും ആ പുസ്തകം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് നമ്മൾ സാഹിതിയിൽ പരിചയപ്പെടുന്ന കവിതാ സമാഹാരത്തിൽ 22 കവിതകൾ അടങ്ങിയ ഒരു പുസ്തകമാണ്, ഒരു കവിതാ സമാഹാരമാണ്. ആ 22 കവിതകളും ഒരു പ്രമേയത്തിൽ ആസ്പദമാക്കിക്കൊണ്ടാണ് ശ്രീ അനിൽ മിത്രാനന്തപുരം കവിത എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പ്രത്യേകത. നിരവധി പ്രത്യേകതകളുണ്ട് ഈ പുസ്തകത്തിൽ. അതിലൊന്നാമത്തെ പ്രത്യേകത ഇതാണ്: ഒരു പ്രത്യേക വിഷയത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് ആണ് ഇതിലെ 22 കവിതകളും എഴുതിയിരിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയ കവിയായ ശ്രീ സെബാസ്റ്റ്യൻ സാറിന്റെ ഉടമസ്ഥതയിലുള്ള പുലിസ്റ്റർ പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ആ പുസ്തകം ഒന്ന് കാണിച്ചു തരാം. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും കവിതകൾ എഴുതുന്ന, ധാരാളം ആന്തോളജികളിൽ കവിത എഴുതിയ മലയാളത്തിന്റെ സ്വന്തം കവി ശ്രീ അനിൽ മിത്രാനന്തപുരത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം യാമിനി. യാമിനി എന്ന കവിതാ സമാഹാരമാണ് നമ്മൾ ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത്. ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക പ്രമേയത്തിൽ നിന്നുകൊണ്ടാണ് യാമിനി എന്ന കവിതാ സമാഹാരം ശ്രീ അനിൽ മിത്രാനന്തപുരം എഴുതിയിരിക്കുന്നത്. എന്താണ് ആ പ്രമേയം? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള പ്രണയം. പ്രണയം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള 22 കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരമാണ് യാമിനി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതിന് നിരവധി പ്രത്യേകതകളാണ്. ഒന്ന്, ഭാഷയുടെ ലാളിത്യം.
ഇതിലെ ഓരോ കവിതകളും നമ്മൾ എടുത്തു നോക്കിയാൽ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകതയാണ് ഭാഷയുടെ ലാളിത്യം. സാധാരണ കവിത എഴുതുമ്പോഴുണ്ടാകുന്ന അതിപ്രസരമായ സാഹിത്യം ഒന്നും കുത്തിനിറയ്ക്കാതെ ലളിതമായ ഭാഷയിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന, സാധാരണ പൊതുവെ കവിതകൾ ഇഷ്ടപ്പെടുന്ന വായനക്കാരൻ കവിതാ സമാഹാരം തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷെ കവിതകൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ കവിതാ സമാഹാരം തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ പ്രത്യേകത, അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലർക്കും അർത്ഥം അറിയാതെ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലരും കവിതാ സമാഹാരം തിരഞ്ഞെടുക്കാൻ വൈമനസ്യം കാണിക്കുന്നത്. പക്ഷെ ഇതില് അനിൽ മിത്രാനന്തപുരത്തിന്റെ യാമിനി എന്ന പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത അതാണ് ലളിതമായ ഭാഷ. ഏത് വായനക്കാരനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലളിതമായ ഭാഷ, പ്രാസത്തിന്റെയോ അതിപ്രസരമൊന്നും ഇല്ലാതെ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അനിൽ മിത്രാനന്തപുരം എഴുതിയിരിക്കുന്നത്. പ്രതിരോധ വകുപ്പിന്റെ കീഴിലെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ ഗസ്റ്റഡ് ഓഫീസറാണ് അനിൽ മിത്രാനന്തപുരം. അദ്ദേഹത്തിന് പ്രാസവോ താളനിബദ്ധമായ കവിതകളോ ഒന്നും വഴങ്ങാഞ്ഞിട്ടല്ല. പക്ഷെ തന്റെ കവിതകൾ ഏത് സാധാരണക്കാരനും മനസ്സിലാവണം, ഏത് സാധാരണക്കാരനും വായിക്കണം, ഏത് സാധാരണക്കാരനും ഇഷ്ടപ്പെടണം. ഈ വക കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അനിൽ മിത്രാനന്തപുരം കവിത എഴുതുന്നത്. അതുകൊണ്ടാണ് വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നമുക്കത് അതേ അവസ്ഥയിൽ തന്നെ വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതില് ഒന്നാമത്തെ കവിത നീ എന്ന് പറയുന്ന കവിതയില് കവിയുടെ ഉള്ളിലെ പ്രണയത്തിന്റെ തീഷ്ണഭാവം നമുക്ക് തൊട്ടറിയാനാവും. പ്രണയത്തിന്റെ തന്നെ, പ്രണയം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക വികാരമാണ്. അതിലെ തന്നെ ഓരോ ഭാവങ്ങളെയും, പ്രണയത്തിലുണ്ടാകുന്ന വ്യത്യസ്തമായ ഭാവങ്ങളെ അനിൽ മിത്രാനന്തപുരം യാമിനി എന്ന കവിതാ സമാഹാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഓരോ കവിതകളും ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പ്രണയത്തിന്റെ തീഷ്ണമായ ഭാവം കാണിക്കുന്ന ഒരു കവിതയാണ് നീ എന്ന് പറയുന്നത്. അതില് നിന്നിൽ തുടങ്ങി നിന്നിൽ മൊട്ടിട്ട് നീ അറിഞ്ഞ് നിന്നിൽ വിരിഞ്ഞ് നിന്റെ ഗന്ധം എന്നെ തഴുകി നിന്റെ മോഹമായി പൂത്തുലഞ്ഞ് നിന്റെ ഉമിനീരിനായി ദാഹിച്ച് നിന്റെ വിയർപ്പിൽ നനഞ്ഞൊട്ടി നിന്റെ മുന്തിരിച്ചാറിൽ മധു നുകർന്ന് നിന്റെ മിഴികളിൽ ചുംബിച്ച് ചുംബിച്ച് നിന്നിൽ ഉണരുന്ന നിശ്വാസങ്ങൾക്ക് പുതുജീവൻ നൽകി നിന്റെ താരുടൽ തമ്പുരുവാക്കി നിന്നിൽ നിന്നടർന്നു വീഴുമൊരിതളായി നിന്റെ ഓർമ്മതൻ സുഗന്ധമായി നീ മാത്രമായി നിന്റെ നിഴലിൻ നിരുട്ടിനെ എന്റെ മരണത്തിൻ കോടിയായി പുതച്ച് നിന്നിൽ നിന്ന് പൊലിഞ്ഞൊരു നക്ഷത്രമായി ആകാശച്ചെരുവിലെ മിന്നിയായിടട്ടെ എൻ്റെ ഈ ജന്മം. ഇതാണ് നീ എന്ന കവിതയിലെ അദ്ദേഹം എഴുതിയിരിക്കുന്ന വരികൾ. ഈ വരികൾ മാത്രം എടുത്താൽ മതി. എത്രയോ തീഷ്ണമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ പ്രണയം എന്ന വികാരം എന്ന് നമുക്ക് ഇതിലെ വരികൾ മാത്രം എടുത്താൽ മതിയാവും. ശരിക്കും നമ്മുടെ എന്താ പറയുക, ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങുന്ന, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വരികൾ. ആ വരികൾ ഇതിനകത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സാഹിത്യത്തിന്റെ അതിപ്രസരമൊന്നുമില്ല, ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് എന്നിളക്കിളി നീ എന്തേ മറഞ്ഞുപോയി എന്ന് പറയുമ്പോ നിന്നാണത്തിൻ നിലാവിലൊരു ചെറു പൂങ്കാറ്റായി നിന്നെ തലോടാൻ ആർദ്രമാം നിൻ ചുണ്ടിൽ കിനിയുന്ന തേൻ കണങ്ങളൻ അധരമാം ഇതളിൻ തുളുമ്പുവാൻ മൗനമാം മരുഭൂമിയിലൊരു വേനൽ പക്ഷിയായി പറന്നിറങ്ങിയെങ്കിൽ നിൻ പരിഭവ പൂമൊട്ടിൽ നിന്നടരുന്ന തുള്ളിയിലൊരു മഴവില്ലായി ഞാൻ വിരിഞ്ഞുവെങ്കിൽ. അദ്ദേഹത്തിന്റെ വരികൾ എത്രയ്ക്ക് ഇമ്പമാർന്ന, എത്രയ്ക്ക് എന്താ പറയുക, ആ പ്രണയം എന്ന വിഷയത്തെ എത്രയ്ക്ക് ഭാവത്തിലാണ് അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുന്നു എന്നുള്ളതാണ്. ഇതില് മിഴിയടഞ്ഞ വഴിയമ്പലം എന്ന കവിതയിലേക്ക് വരുമ്പോൾ കവിയുടെ പരിദേവനം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അവിടെ നിശയിലെ ഇരുളിൻ അക്ഷരങ്ങൾ വായിച്ചു പഠിക്കണം, ചിറകൊടിഞ്ഞരൻ നിദ്രയുടെ പ്രാണൻ നിലച്ചിരിക്കുന്നു, മറവിയിൽ ഒടുങ്ങാതൊരുങ്ങുന്നതൻ എൻ മനം ഓർമ്മയിലേക്കുള്ള വീഥികൾ ജലരേഖയായി മാറിയിടുന്നു. ഇവിടെ അങ്ങോട്ട് വരുന്ന ഓരോ വരികളും എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു പരിദേവനം നമുക്ക് തൊട്ടറിയാൻ പറ്റും.
പ്രണയമെന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിന്ന് മാറാതെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ തേങ്ങലുകൾ നമുക്ക് തൊട്ടറിയാൻ പറ്റും. അവിടുന്ന് നീലവെളിച്ചം നീങ്ങുമ്പോൾ എന്ന കവിതയിലേക്ക് വരുമ്പോൾ ഈ പരിദേവനത്തിൽ നിന്ന് മാറിയിട്ട് പ്രണയത്തിന്റെ പരിശുദ്ധി, നിന്നുടലിൽ നിന്നടരുന്ന ഊഷ്മാവ് വേണ്ട, നിന്നെ ഞാൻ കാണുന്ന നിന്റെ ഈ കണ്ണുകൾ മാത്രം മതി എനിക്ക്, നിന്റെ ചുടി ചുംബനത്തിൽ നോവ് വേണ്ട, എന്നാത്മാവിൽ സ്പർശിക്കുന്ന നിന്റെ ഈ വിരലുകൾ മാത്രം മതി എനിക്ക്, എന്റെ നഗ്നതയെ പുതക്കുന്ന നിന്നാലിംഗനം വേണ്ടെനിക്ക്, പകരം അശ്രുകണങ്ങൾ ഇറ്റിറ്റു വീഴുമെൻ മെഴികളെ തഴുകി ഉറക്കുന്ന നിൻ താരാട്ടു മാത്രം മതി എനിക്ക്, ഹൃദയത്തിലേക്ക് കുത്തിയിറക്കുന്ന രതിയിൽ കുതിർന്ന നോട്ടം വേണ്ട, എൻ നെഞ്ചിലെ സ്നേഹത്തിനരുവിയിൽ തെളിനീരായി ഒഴുകുന്ന നിൻ കണ്ണുനീർ മാത്രം മതി എനിക്ക്, നിമിഷരഥങ്ങളിൽ അനുഭൂതി പോക്കുന്ന ഉടലുകളുടെ സങ്കലനം നിറഞ്ഞ ജീവിതം വേണ്ടെനിക്ക്, പകരം തുളസിക്കതിർ പോൽ പരിശുദ്ധമായ നമ്മുടെ നിശബ്ദ പ്രണയത്തിൻ ഓർമ്മകൾ മേയുന്ന സ്വപ്നത്തിൻ താഴ്വര മാത്രം മതി എനിക്ക്. അനിൽ മിത്രാനന്തപുരം എന്ന കവിയുടെ ഉള്ളിലുള്ള പ്രണയത്തിന്റെ വിശുദ്ധി എത്രത്തോളം, പ്രണയമെന്ന സങ്കല്പത്തിൽ അദ്ദേഹം കാണുന്ന വിശുദ്ധി അത് എത്രയ്ക്ക് പവിത്രമാണ് എന്ന് ഈ നീലവെളിച്ചം നീങ്ങുമ്പോൾ എന്ന ഒരൊറ്റ കവിത എടുത്താൽ മതി. അദ്ദേഹം പറയുന്ന ആ ഓരോ വരികളും തനിക്ക് വേണ്ട എന്ന് പറയുന്നതിനോടൊപ്പം എന്ത് വേണം എന്ന് കൂടെ പറയുന്നു. വളരെ ഹൃദയസ്പർശിയായ ഒരു കവിത. അതാണ് നീലവെളിച്ചം നീങ്ങുമ്പോൾ എന്ന കവിത. ഇങ്ങനെ ഓരോ കവിതകളും നീ എനിക്ക് ആരാണ്, പ്രണയം എന്ന കവിതയില് അദ്ദേഹം പ്രണയിനിയോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എനിക്ക് ആരാണ്, നീ ഇല്ലാഞ്ഞൊരു പൂന്തന്നലില്ല, നീ അറിയാത്തൊരു യാമമില്ല, നീ അണയാത്തൊരു കിനാവില്ല, നീ പകരാത്തൊരു മധുരമില്ല, നീ നൽകാത്തൊരു നിലവില്ല, നീ തെളിയാത്തൊരു കണ്ണീരില്ല, നീ നിറമേകാത്തൊരു സന്ധിയില്ല. ആ പ്രണയത്തിന്റെ തീഷ്ണഭാവങ്ങളാണ്. ഓരോ കവിതയിലും പ്രണയത്തിന്റെ വ്യത്യസ്തമായ ഭാവതലങ്ങൾ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഒരാവർത്തനം ഉണ്ടാവാതെയാണ് അനിൽ മിത്രാനന്തപുരം കവിത കൊണ്ടുപോയിരിക്കുന്നത്, കവിതയിലെ വരികൾ കൊണ്ടുപോയിരിക്കുന്നത്. ആ വരികൾ എഴുതാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കുന്നത് അതിന്റെ മൂന്നാമത്തെ പ്രത്യേകതകളിൽ ഒന്നാണ്. ഒരു വരിയിൽ പറഞ്ഞിരിക്കുന്ന വാക്കോ വാചകമോ വരികളോ മറ്റൊരു കവിതയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ വിഷയത്തിൽ നിന്ന് മാറിയിട്ടുമില്ല. ആ വിഷയത്തിന്റെ തന്നെ, പ്രണയം എന്ന വിഷയത്തിന്റെ തന്നെ വ്യത്യസ്ത തലങ്ങളിൽ, വ്യത്യസ്ത ഭാവങ്ങളിൽ നിന്നുകൊണ്ട് കവിത എഴുതുമ്പോഴും ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വാക്ക് പോലും മറ്റൊരു കവിതയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. അതിശയം തോന്നിപ്പോകുന്നു. അത് തന്നെയാണ് അനിൽ മിത്രാനന്തപുരം എന്ന വലിയ എഴുത്തുകാരന്റെ മിടുക്കും സാമർഥ്യവും. അദ്ദേഹത്തിന്റെ പരന്ന വായന, അനിൽ മിത്രാനന്തപുരം എന്ന എഴുത്തുകാരൻ എന്നതിലുപരി അദ്ദേഹം നല്ലൊരു റീഡറും കൂടെയാണ്, നല്ലൊരു വായനക്കാരൻ കൂടെയാണ്. അതുകൊണ്ടുകൂടിയാവാം ഒരു വിഷയം മാത്രം എടുത്തിട്ട് അതിനെപ്പറ്റി പല ഭാവങ്ങളിൽ എഴുതുമ്പോഴും ഒരു കവിതയിൽ വന്നിരിക്കുന്ന പദങ്ങൾ മറ്റൊരു കവിതയിലേക്ക് വരാതിരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ആ മികവുറ്റ വായന തന്നെ ആയിരിക്കാം. അദ്ദേഹത്തിന്റെ രചനാ ശൈലിയും അത് തന്നെയാണ്. നോവിന്റെ വിഗ്രഹം എന്ന കവിതയിലേക്ക് വരുമ്പോൾ നഷ്ടപ്രണയത്തിന്റെ നോവ്, പ്രണയനഷ്ടത്തിന്റെ വേദന, ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതില് തനിച്ചിരിക്കുന്ന നിമിഷങ്ങൾക്ക് ജീവിത ഗന്ധം പകർന്നു തന്ന് ഓർമ്മയിൽ വിരിയുന്ന മയിൽപ്പീലിക്ക് കണ്ണീരിൻ നിറമേകി പകലിന്റെ മടിയിൽ ചേർന്നുറങ്ങുന്ന രജനിയെപ്പോൾ നിലവിൽ നിറയുന്നിതൻ ആത്മാവിൽ നിറമുള്ള നോവ്, സ്നേഹം വരികളായി ഒഴുകിയെത്തിയ രാത്രികളിൽ എന്റെ മനസ്സിൻ കൂട്ടായി നിന്നൊരൻ നോവ്, ഒരു പിടി വാക്കായി
എന്നുയിരിൻ കടലാസു തുണ്ടിൽ തിളങ്ങുന്ന നോവ്, ഞാൻ അറിയാതെ എൻ നിറയുന്നരൻ ആത്മാവിൻ പ്രിയമുള്ള നോവ്. ഇങ്ങനെ ആ നഷ്ടപ്രണയത്തിന്റെ വേദനയെ കുറിച്ചാണ് ഒരു കവിതയിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ 22 കവിതകൾ അടങ്ങിയ ഒരു കവിതാ സമാഹാരം. വളരെ സന്തോഷമുണ്ട് സാഹിതിയിൽ ഇങ്ങനെ ഒരു കവിതാ സമാഹാരം പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ. തൻ്റെ ഔദ്യോഗിക ജീവിതാർത്ഥം അദ്ദേഹം ബാംഗ്ലൂരിലാണ് താമസം, കുടുംബത്തോടൊത്ത്. പക്ഷെ അവിടുത്തെ നിരവധി സാഹിത്യ സമ്മേളനങ്ങളും സാഹിത്യ മണ്ഡലങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിയാണ് ശ്രീ അനിൽ മിത്രാനന്തപുരം. അതോടൊപ്പം തന്നെ കേരളത്തിൽ നടക്കുന്ന പല സാഹിത്യ സംഗമങ്ങളിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. പല സാഹിത്യ സംഗമങ്ങളിലും അദ്ദേഹം ക്ഷണിക്കപ്പെടുന്ന അതിഥിയാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു കവിതാ സമാഹാരം നമുക്ക് സാഹിതിയിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കവിതകൾ ഇഷ്ടപ്പെടുന്ന, ഇന്ന് പഴയതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഒത്തിരി പേര് കവിതകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കവിതകൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാര്, സഹോദരങ്ങള്, കവിതാ സമാഹാരം വായിക്കാൻ ഇഷ്ടപ്പെടുന്നവര് മറക്കാതെ വായിക്കേണ്ട ഒരു പുസ്തകമാണ്, മറക്കാതെ വാങ്ങേണ്ട ഒരു പുസ്തകമാണ്, മറക്കാതെ തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകമാണ് അനിൽ മിത്രാനന്തപുരത്തിന്റെ യാമിനി. മറക്കാതെ തിരഞ്ഞെടുക്കുക. ഏറെ സന്തോഷത്തോടെ നിർത്തുന്നു. വീണ്ടും ഒരു നല്ല പുസ്തകവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.